ഇനി ദീപാരാധനയ്ക്ക് ശേഷം ഗുരുവായൂരപ്പന്റെ അത്താഴ പൂജയാണ് കേട്ടോ. അത്താഴ പൂജയുടെ സമയത്ത് ഭഗവാന് ബ്രഹ്മാണ്ഡ നായകൻ എന്നാണ് ആ ഒരു ഭാവം എന്നാണ് പറയാറുള്ളത്. ഈ നമുക്ക് കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണൻ ചെറിയ ചെറിയ അലങ്കാരത്തിൽ വരുമ്പോൾ, അതായത് കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടൊക്കെ വരുമ്പോൾ ഈ ബ്രഹ്മാണ്ഡ നായകനാണോ എന്ന് അതിശയം തോന്നാം അല്ലേ. പക്ഷെ യശോദമ്മയ്ക്ക് ആ കുഞ്ഞു വായുടെ ഉള്ളിലാണല്ലേ അഖില ലോകങ്ങളും കാണിച്ചു കൊടുത്തത്. അപ്പൊ നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണന് ബ്രഹ്മാണ്ഡ നായകൻ എന്ന ആ ഒരു ഭാവം വരുന്നത് അത്താഴ പൂജയുടെ സമയത്താണ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഈ അത്താഴ പൂജ തൊഴുന്നതിലൂടെ ഉദര രോഗശാന്തിയാണ് നമുക്ക് ഫലമായിട്ട് പറയാറുള്ളത്. ഫലസിദ്ധി എന്ന് പറയുന്നത് അത്താഴ പൂജ തൊഴുന്നത് ഉദര രോഗ നിവാരണത്തിന് വളരെ നല്ലതാണ് എന്ന് പൂർവികർ അനുസ്മരിക്കാറുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ അത്താഴപൂജ തൊഴാൻ ശ്രദ്ധിച്ചോളൂ. അത്താഴപൂജ ഇനി എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 7:30 മണി, വൈകുന്നേരം 7:30 മണിക്ക് അത്താഴപൂജ നിവേദ്യമാവും. 8:15 കൂടിയിട്ടാണ് നട തുറക്കുക. നിവേദ്യവും പൂജയും കഴിഞ്ഞ് 8:15 കൂടി നട തുറക്കും. 8:45, 9 മണി വരെ നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് അതിനുശേഷം കടക്കാൻ സാധിക്കുള്ളൂ കേട്ടോ.